ഹലോ എവരിവൺ. ടുഡേ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ്സ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് ദി സ്റ്റേറ്റ് പോളിസി. അപ്പോൾ നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ഇതൊരു 2 പാർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും വളരെ വ്യക്തമായിട്ട് കേൾക്കുക. അതിനുശേഷം സെക്കൻഡ് പാർട്ടിൻ്റെ ലാസ്റ്റ് നമ്മളൊരു 5 ക്വസ്റ്റ്യൻസ് MCQs പോലെയുള്ള 5 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോസ് മുഴുവൻ കണ്ട് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ വാച്ച് ചെയ്തതിന് ശേഷം ആ MCQ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് ആ MCQ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലായി എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് വാട്ട് ഈസ് എ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 12 ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ആർട്ടിക്കിൾ 12 പാർട്ട് 3 അതിലാണ് ആക്ച്വലി ഈ ഒരു ഡെഫിനിഷൻ ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു വരുന്നത് പാർട്ട് 3. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പറയണമെന്ന് പറഞ്ഞെങ്കിൽ ഗവൺമെൻറ് ആൻഡ് പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ദാറ്റ് ഈസ് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ഓർഗാൻ ഓഫ് യൂണിയൻ ഗവൺമെൻറ്. അതായത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഗവൺമെൻറ് ആൻഡ് പാർലമെൻറ്റ് ഉണ്ടാവണം. ഗവൺമെൻറ് ആൻഡ് പാർലമെൻറ്റ് എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ളൊരു യൂണിയൻ ഗവൺമെൻറ് ആയിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് കേസ്. രണ്ടാമെന്ന് പറയുന്നത് ഗവൺമെൻറ് ആൻഡ് ലെജിസ്ലേച്ചർ ഓഫ് ദി സ്റ്റേറ്റ്. അതായത് ഇപ്പോൾ നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ പാർലമെൻറ്റും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ ലെജിസ്ലേച്ചർ എന്ന് പറയും. അപ്പോൾ അവിടെയും എന്ത് വേണം? എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ഓർഗാൻസ് വേണം. ഓക്കെ, എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ഓർഗനൈസേഷൻ രണ്ടിലും ആവശ്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാമതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഓൾ ലോക്കൽ ബോഡീസ്. അതായത് മുനിസിപ്പാലിറ്റീസ് വേണം, പഞ്ചായത്ത് വേണം, ഡിസ്ട്രിക്ട് ബോർഡ് വേണം, ഇംപ്രൂവ്മെൻറ്റ് ട്രസ്റ്റുകൾ വേണം. അങ്ങനെയുള്ള ഒരു കണ്ടീഷനും കൂടിയുണ്ട്. ഇതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. നാലാമത്തെ ഓൾ അതർ അതോറിറ്റീസ് ദാറ്റ് ഈസ് സ്റ്റാറ്റ്യൂട്ടറി ഓർ നോൺ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസ്. അതായത് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസോ നോൺ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസ് ലൈക്ക് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ONGC, പിന്നെ അതേപോലെ സെയിൽ തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു പ്രദേശങ്ങളിൽ ഉണ്ട് എന്നുണ്ടെങ്കിലാണ് നമ്മളതിനെ സ്റ്റേറ്റ് എന്ന് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഇതിൽ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു വൈഡർ സെൻസ് എന്ന രീതിയിലാണ് നമുക്ക് എടുക്കുക. കുറച്ചും കൂടെ ഒരു വിശദമായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ആക്ച്വലി ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ നമ്മുടെ ഒരു സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്, സുപ്രീം കോർട്ടിൻ്റെ അക്കോർഡിംഗ് ടു ദി സുപ്രീം കോർട്ട് എങ്ങനെയാണ് കണക്കാക്കിയിരിക്കണമെന്ന് പറഞ്ഞാൽ ഈവൻ എ പ്രൈവറ്റ് ബോഡി ഓർ ഏജൻസി വർക്കിംഗ് ആസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ദി സ്റ്റേറ്റ് ഫാൾസ് വിത്തിൻ ദി മീനിങ് ഓഫ് ദി സ്റ്റേറ്റ് അണ്ടർ ദി ആർട്ടിക്കിൾ 12. സുപ്രീം കോർട്ട് പറയുന്നത് ഈവൻ എ പ്രൈവറ്റ് ബോഡി ഓർ ഏജൻസി വർക്കിംഗ് ആസ് എൻ ഇൻസ്ട്രുമെൻറ്റ്, അതായത് ഒരു പ്രൈവറ്റ് ബോഡിയോ ഒരു ഏജൻസിയോ ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതും ആ ഒരു സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ വരുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റിൽ നിന്നും പറയാൻ ഡിഫൈൻ ചെയ്തതാണെന്നുള്ള രീതിയിലാണ് നമ്മൾക്ക് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡെഫിനിഷൻ ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു 4 പോയിൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാർലമെൻറ്റ് എന്ന് പറയുന്നതിൽ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ വേണം, അതേപോലെ അത് ഇന്ത്യയിലാണ്, അതേപോലെ സ്റ്റേറ്റിലും അതേപോലെ വേണം. ബാക്കി നമ്മുടെ മുനിസിപ്പാലിറ്റീസ്, പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് ബോർഡ് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഒരു 3 ടയർ ഗവേണിംഗ് സിസ്റ്റമാണ് ഫോം ചെയ്യുന്നത്. സോ ആ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇനി ലേറ്റർ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. പാർട്ട് 3. ഓക്കെ, പാർട്ട് 3ൽ ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾക്ക് ടോട്ടലി
7 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ അതിനുശേഷം ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു 6. ഇപ്പം നമ്മൾക്ക് ആക്ച്വലി 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സേ ഉള്ളൂ. സോ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ടോട്ടലി നമുക്കൊരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ ദി 3rd പാർട്ട് ഫ്രം ദി ആർട്ടിക്കിൾ 12 to 35. അപ്പോൾ ഇതിൽ നമ്മുടെ ആക്ച്വലി ഈ പാർട്ട് 3-നെ അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 3-നെ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ. ഒരു മാഗ്ന കാർട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വിശേഷപ്പെട്ട ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട് 3-ൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഈ പാർട്ട് 3-നെ നമ്മൾ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്നാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇറ്റ് ഈസ് എ വെരി ലോങ് ആൻഡ് കോംപ്രിഹെൻസീവ് ലിസ്റ്റ് ഓഫ് ജസ്റ്റിസബിൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നമ്മൾക്ക് എന്തൊക്കെയാണ് ജസ്റ്റിസബിൾ ആയിട്ടുള്ളത്, നമ്മൾക്ക് അനുവദിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് ചോദിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ അത് എന്തെങ്കിലും ലംഘിക്കപ്പെട്ടാൽ നമ്മൾക്കത് ചോദിച്ച് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഈ ജുഡീഷ്യബിൾ എന്ന് പറയുന്നത്. അത്രയും ഉള്ളൊരു കാര്യങ്ങളാണ് ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ പറയുന്നത്. പിന്നെ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് USA-യിൽ നിന്നും കടമെടുത്തവയാണ്. പിന്നെ അതേപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ഗ്യാരണ്ടഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ടു ആൾ പേഴ്സൺ വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട് എന്ന് നമ്മൾക്ക് പവർ തന്നിരിക്കുന്നത് ആരാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾക്ക് അത്രയും അധികാരങ്ങൾ തന്നിരിക്കുന്നത്. അപ്പം ഇപ്പോൾ നമുക്കൊരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തന്നു, അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആരുടെ അടുത്താണ് ചോദിക്കുക, അല്ലെങ്കിൽ അത് എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഏതാണ് വയലേഷൻ എന്ന് പറയുന്നതെല്ലാം അത് ഏതിനെ റെഫർ ചെയ്തിട്ട് വരുന്നതാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ റെഫർ ചെയ്തിട്ട് വരുന്നതാണ്. പക്ഷേ ഇതിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് റൈറ്റ്സ് കിട്ടും, ചില സമയത്ത് നമ്മുടെ റൈറ്റ്സ് പോവും. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾക്ക് എന്ത് തരുന്നത്? നമുക്ക് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ഗ്യാരണ്ടി തരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് വിശദമായിട്ട് നോക്കാം. ഒരു നേച്ചർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഓക്കെ, നേച്ചർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണെന്നുള്ളത് കുറേ കാര്യങ്ങൾ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗ്യാരണ്ടീഡ് വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാത്ത രീതിയിൽ വേണം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കൊടുക്കാൻ. അപ്ഹോൾഡ് ഇക്വാലിറ്റി ടു ഓൾ ഇൻഡിവിജ്വൽസ്, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം. ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ, ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റ്, യൂണിറ്റി ഓഫ് ദി നേഷൻ, പ്രിവെൻറ്റ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് അതോറിറ്റി ആൻഡ് ഡിപ്ലോമാറ്റിക് റൂൾ, ഡെസ്പോട്ടിക് റൂൾ ഇൻ ദി കൺട്രി. പിന്നെ അതേപോലെ ഇറ്റ് ഈസ് ഡിഫെൻഡഡ് ആൻഡ് ഗ്യാരണ്ടഡ് ബൈ സുപ്രീം കോർട്ട്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് പോയി ചോദിക്കാൻ പറ്റുന്ന ഇറ്റ് ഈസ് ടു ദി സുപ്രീം കോർട്ട്. ദേ ആർ ഫണ്ടമെൻ്റൽ ആൾസോ ഇൻ ദി സെൻസ് ദേ ആർ മോസ്റ്റ് എസെൻഷ്യൽ ഫോർ ദി ആൾ അറൗണ്ട് ഡെവലപ്മെൻറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഫണ്ടമെൻ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ദേ ക്യാൻ സസ്പെൻഡഡ് ഡ്യൂറിങ് ദി ഓപ്പറേഷൻ ഓഫ് നാഷണൽ എമർജൻസി. അതെന്താണെന്നുള്ളൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാം. നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഫണ്ടമെൻ്റൽ റൈറ്റ്സാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ആണ് ഈ ഒരു സ്ലൈഡ്. ഓക്കെ, ഈ ഒരു സ്ലൈഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ലൈഡായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 14 ടു ആർട്ടിക്കിൾ 18 അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് റൈറ്റ് ടു ഇക്വാലിറ്റി. ഓക്കെ, അതായത് നമ്മൾക്ക് കുറേ സ്ഥലങ്ങളിൽ നമ്മൾ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം, ആരായാലും ശരി. അതാണ് ഇവിടെ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫ്രം ആർട്ടിക്കിൾ 14 ടു ആർട്ടിക്കിൾ 18. അപ്പം നമുക്ക് ഇതെന്താണെന്നുള്ളത് നോക്കിയിട്ട് വന്നതിന് ശേഷം അടുത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ജസ്റ്റ് പറയാം. ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇതിപ്പോൾ നമ്മുടെ കയ്യിലില്ല. ബാക്കി 6 നമ്മുടെ ആക്ച്വലായിട്ട് നമ്മുടെ കയ്യിലുള്ളത്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, റൈറ്റ് ടു ഇക്വാലിറ്റി എന്താണെന്നുള്ള കാര്യം നോക്കിയിട്ട് വരാം. ഇപ്പോൾ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ, നമ്മൾ ഈക്വാലിറ്റി ബിഫോർ ദി ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്. അതായത് നമ്മളെല്ലാവരുടെ മുന്നിലും
ഈക്വൽ ആണ്, അതേപോലെ നമ്മൾക്കെല്ലാവർക്കും ഈക്വൽ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് വാക്ക് ഞാൻ പറഞ്ഞു, ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഫോർ ദി ലോസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞ കാര്യം ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ഫ്രം ദി ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നമ്മൾ എടുത്ത വാക്കാണ് ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത്. അങ്ങനെ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ആബ്സെൻസ് ഓഫ് എനി സ്പെഷ്യൽ പ്രിവിലേജസ് ഇൻ ദി ഫേവർ ഓഫ് എനി പേഴ്സൺ. ഒരാൾക്കും സ്പെഷ്യൽ പ്രിവിലേജസ് കൊടുക്കാൻ പാടില്ല എന്നും all the equal subjectation of all person to an ordinary law of the land of administrated by the ordinary law court. അതായത് ആരാണെന്നുണ്ടെങ്കിലും ഏത് നിയമങ്ങളാണെന്നുണ്ടെങ്കിലും അതനുസരിച്ച് അവർക്ക് എല്ലാവർക്കും ഒരേ നിയമമാണ്. ഒരാൾക്ക് ഒരു നിയമം, ഇനിയൊരാൾക്ക് വേറെ നിയമം എന്നില്ല, എല്ലാവർക്കും ഒരേ നിയമമാണ്. നോ പേഴ്സൺ ഈസ് എബവ് ദി ലോ, അതാണ് ഏറ്റവും പ്രത്യേകത. ബിഫോർ ദി ലോ എന്ന് പറയുന്നത് നോ പേഴ്സൺ ഈസ് എബവ് ദി ലോ, നിയമങ്ങൾക്ക് മുന്നിൽ ആരും വലിയവനല്ല എന്നുള്ളതാണ് അതിൽ പറയുന്നത്. സോ ഇതിൽ നമുക്ക് എങ്ങനെയൊക്കെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല, റിച്ച് പുവർ, ഹൈ ലോ, ഒഫീഷ്യൽ, നോൺ ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ക്രിമിനേഷൻസ് ഒന്നും പാടില്ല, എല്ലാവരും ഒരേപോലെയാണ് എന്നുള്ളതാണ് ഈ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത്. അടുത്ത പറയുന്നതാണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ഫ്രം ദി അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓരോ വാക്കുകളും ശ്രദ്ധിക്കുക, ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇതിലെന്താ പറയണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഈക്വാലിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ് അണ്ടർ ഈക്വൽ സർക്കംസ്റ്റൻസസ് ബോത്ത് ദി പ്രിവിലേജസ് കൺഫേർഡ് ആൻഡ് ദി ലയബിലിറ്റീസ് ഇമ്പോസ്ഡ് ബൈ ദി ലോ. അതായത് നമുക്ക് എങ്ങനെയായാലും ഒരേപോലെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ പ്രിവിലേജസ് കൺഫേർഡ് ആണെന്നുണ്ടെങ്കിലും ലൈബിലിറ്റീസ് ഇമ്പോസ്ഡ് ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ അവൻ തെറ്റ് ചെയ്തത് ഒരേപോലെയാണെന്നുണ്ടെങ്കിലും ഒരാൾക്ക് 10,000 രൂപ ഫൈൻ കൊടുക്കും, മറ്റവന് 1,00,000 രൂപ ഫൈൻ കൊടുക്കുന്നതല്ല. ആ നിയമത്തിൽ ആ കുറ്റങ്ങൾക്ക് എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് ആരായാലും ശരി അതേപോലെ തന്നെ കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സിമിലർ application of the same law to all person who are similar situated. ഇപ്പോൾ ഒരാൾക്ക്, അതായത് തന്നെ രണ്ടാമത്തെ ബി പോയിൻ്റ് എന്ന് പറയുന്നത് എ പറഞ്ഞ പോയിൻ്റ് പറഞ്ഞു, അടുത്ത ബി എന്ന് പറഞ്ഞ പോയിൻ്റ് ഏത് ഒരേ സിറ്റുവേഷനിലാണ്, ഒരേപോലത്തെ സിറ്റുവേഷൻസാണ് രണ്ടുപേർക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വേറെ നിയമവും വേറെ ഒരാൾക്ക് വേറെ നിയമവും പറയാൻ പാടില്ല, എല്ലാവർക്കും ഒരേ നിയമങ്ങളെ കൊണ്ടുവരാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ ദി ലൈക്ക് ഷുഡ് ബി ട്രീറ്റഡ് അലൈക്ക് വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. ഒരേപോലെയുള്ളവരെ ഒരേ രീതിക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യണം, ഒരാൾക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് ആർട്ടിക്കിൾ 14 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഇതിൽ ചില ആൾക്കാർക്ക് ചില എക്സെപ്ഷൻസ് ഉണ്ട്, അത് നമുക്ക് അവരുടെ ആർട്ടിക്കിൾ വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാം. അതിന് ശേഷമാണ് പ്രൊഹിബിഷൻ, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്. അപ്പോൾ ഇതിൽ എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത്. അപ്പം ഈ ഒരു കാരണങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മളെ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, അതാണ് ആർട്ടിക്കിൾ 15 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആർട്ടിക്കിൾ 15 ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിലെന്തെങ്കിലുമൊക്കെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ജസ്റ്റ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുക, ഇറ്റ് ഈസ് പ്രൊഹിബിഷൻ ഓഫ് ദി ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത് എന്ന് പറയുന്നിട്ടുള്ള ഒരു കാര്യം. അതിനുശേഷം അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദി മാറ്റർ ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്, ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 16 പറഞ്ഞിരിക്കുന്നത് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദി മാറ്റർ ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞു വരുമ്പോൾ എല്ലാവർക്കും ഒരേ രീതിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം എന്നാണ് ആർട്ടിക്കിൾ 16 പറയുന്നത്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈക്വാലിറ്റി ഇൻ ദി ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദി മാറ്റർ ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 16 പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിൾ 17, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആൻഡ് പ്രൊഹിബിഷൻ ഓഫ് ഇറ്റ്സ് പ്രാക്ടീസ്.
അതാണ് ആർട്ടിക്കിൾ 17 പറയുന്നത്. ആർട്ടിക്കിൾ 17 പറഞ്ഞിരിക്കുന്നത് അൺടച്ചബിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ട് ആരെങ്കിലും മാറ്റി നിർത്തുകയോ ചെയ്യുന്നത് പോലും തെറ്റാണ് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ പറയുന്നത് 1955 അണ്ടർ ദി പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്. ഓക്കെ, അണ്ടർ ദി പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ഓഫ് 1955 അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരാളെ മാറ്റി നിർത്തുകയാണെങ്കിൽ ദേ ക്യാൻ ആ ആരാണോ മാറ്റി നിർത്തിയത് അയാൾക്ക് 6 മാസം ഇംപ്രിസൺമെൻറ്റും 500 രൂപ ഫൈനും, അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ വേണമെന്നുണ്ടെങ്കിലും നമ്മൾക്ക് കൊടുക്കാം. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിയമമാണ് ഈ ഒരു അൺടച്ചബിലിറ്റി എന്ന് പറയുന്നതിൻ്റെ 17. ആക്ച്വലി ഇത് 1976 ആണ് ഏത് റൂള് വരുന്നത്, നമുക്ക് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് പറഞ്ഞ് വരുന്നത്. ആക്ച്വലി അൺടച്ചബിലിറ്റിക്ക് വേണ്ടിയിട്ട് 1955 തന്നെ നമുക്ക് അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് ഞാനിവിടെ ആ ഇയറും ഇതും മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. 1976 നമ്മൾക്ക് ഏത് വരുന്നത്, ആക്ച്വലി അതിൻ്റെ പേര് വരുന്നത് 1976 പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിവിൽ റൈറ്റ്സ് ആക്ട് 1955 ഓക്കെ അത് കൊണ്ടുവന്ന ഇയറാണ്. അപ്പോൾ അതിൻ്റെ പഴയ നെയിം എന്തായെന്ന് പറഞ്ഞാൽ ദ അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് ആയിരുന്നു 1955. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അൺടച്ചബിലിറ്റിക്ക് വേണ്ടി ആൾക്കാരെ മാറ്റി നിർത്തുക അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ എന്തൊക്കെയാണ് അൺടച്ചബിലിറ്റി എന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കാം. ദ പ്രിവെൻഷൻ ഓഫ് എനി പേഴ്സൺ ഫ്രം എൻട്രിങ് എനി പ്ലേസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ഓർ ഫോം വർഷിപ്പിംഗ് ദ, അതായത് അമ്പലത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളാവാം. ജസ്റ്റിഫൈങ് അൺടച്ചബിലിറ്റി ഓൺ ട്രഡീഷൻ, റിലീജിയൻ, ഫിലോസഫി ഓർ അതർ ഗ്രൗണ്ട്സ് അങ്ങനെ ആവാം. ഡിനൈയിങ് ആക്സസ് ടു എനി ഷോപ്പ്, ഹോട്ടൽ ഓർ പ്ലേസ് ഓർ പബ്ലിക് എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ, അങ്ങനെ ഹോട്ടലുകളിലോ ഷോപ്പുകളിലോ അല്ലെങ്കിൽ പബ്ലിക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലോ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരെ കടക്കാൻ വിടാതെ ചെയ്യുന്നതിനും കാര്യങ്ങളാണ്. ഇൻസൾട്ടിങ് എ പേഴ്സൺ ബിലോങ് ടു ഷെഡ്യൂൾ കാസ്റ്റ് ഓൺ ദി ഗ്രൗണ്ട് ഓഫ് അൺടച്ചബിലിറ്റി, അവരുടെ കാസ്റ്റിനെ പറഞ്ഞിട്ട് അൺടച്ചബിലിറ്റി ആയിട്ട് മാറ്റി നിർത്തുക അങ്ങനെയോ. റിഫ്യൂസിങ് ടു അഡ്മിറ്റ് എ പേഴ്സൺ ഇൻ ഹോസ്പിറ്റൽ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഹോസ്റ്റൽ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ പബ്ലിക് ബെനിഫിറ്റ്, അവരെ മാറ്റി നിർത്തിയോ, അപ്പോൾ ആരാണോ ഉദ്ദേശിച്ചത് അവരെ മാറ്റി നിർത്തിയോ ഹോസ്പിറ്റലിലോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലോ അങ്ങനെ എന്ത് ചെയ്താലും അതൊരു ഡിസ്ക്രിമിനേഷനായിട്ട് വരും. ഫ്രെഞ്ചിങ് അൺടച്ചബിലിറ്റി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്ലി അങ്ങനെ ചെയ്താലും പ്രശ്നങ്ങളാണ്. റിഫ്യൂസ് ടു സെൽ ഗുഡ്സ് ഓർ റെൻഡർ സർവീസ് ടു എനി പേഴ്സൺ, ഒരാൾക്കൊരു സാധനം കൊടുക്കുക അല്ലെങ്കിൽ അവർക്കൊരു സർവീസ് കൊടുക്കാതെയോ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം ഏതിൽ പെടുന്നതാണ്, നമുക്ക് ഈ ഒരു അൺടച്ചബിലിറ്റി എന്നുള്ള റൂളിൽ പെടുന്നതാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പറയുന്നത് 1976 ആ റൂളിൽ കറക്റ്റായിട്ട് വരുന്നത്. 1976 പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്നുള്ള പേരിലാണ് വരുന്നത്. ഇതിൻ്റെ മുന്നത്തെ പേരായിരുന്നു അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് 1955 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് അൺടച്ചബിലിറ്റി എന്നുള്ളൊരു കാര്യത്തിൽ വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അബോളിഷൻ ഓഫ് ടൈറ്റിൽ എക്സെപ്റ്റ് ദി മിലിറ്ററി ആൻഡ് അക്കാഡമിക്സ്. അതായത് നമ്മുടെ പണ്ട് കുറേ ടൈറ്റിൽസ് ഉണ്ടായിരുന്നു. മഹാരാജ, രാജാ ബഹദൂർ, റായ് ബഹദൂർ, പിന്നെ ദേവാൻ ബഹദൂർ അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ ടൈറ്റിൽസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എല്ലാ ടൈറ്റിൽസിനും അബോളിഷ് ചെയ്യണം എന്നുള്ള ഒരു ആർട്ടിക്കിളായിരുന്നു ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ചെറിയ എക്സെപ്ഷൻസ് വന്നിട്ടുണ്ട്. മിലിറ്ററിയിലും അക്കാഡമിക്സിലും വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ടൈറ്റിൽസ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളൊരു കാര്യം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ അബോളിഷൻ ഓഫ് ടൈറ്റിൽസിൽ വേറെ എന്തൊക്കെയാണ് കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് പ്രൊഹിബിറ്റ് ദ സ്റ്റേറ്റ്സ് ഫ്രം കോൺഫറിങ് എനി ടൈറ്റിൽസ് ഓർ ഓൺ എനിബഡി വെദർ ദ സിറ്റിസൺ ഓർ എ ഫോറിനർ. നമ്മൾ ഒരു ടൈറ്റിൽ കിട്ടാനോ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള രാജ്യത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ടൈറ്റിൽ തരാനും നമ്മൾക്ക് അധികാരം ഇല്ല. പിന്നെ ദ പ്രൊഹിബിറ്റിംഗ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ ഫ്രം
അക്സെപ്റ്റിംഗ് എനി ടൈറ്റിൽസ് ഫ്രം എനി ഫോറിൻ കൺട്രീസ്. ഇപ്പോൾ ഫോറിൻ കൺട്രീസിൽ ഉള്ള ഏതെങ്കിലും ഒരാൾ നമുക്കൊരു ടൈറ്റിൽ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദ ഫോറിനേഴ്സ് ഹോൾഡിംഗ് എനി ഓഫീസ് ഓർ പ്രോഫിറ്റ് ഓർ ട്രസ്റ്റ് അണ്ടർ ദി സ്റ്റേറ്റ് കനോട്ട് അക്സെപ്റ്റ് എനി ടൈറ്റിൽ ഫ്രം ദി എനി ഫോറിൻ സ്റ്റേറ്റ് വിത്തൗട്ട് ദി കൺസേൺ ഓഫ് ദി പ്രസിഡൻറ്റ്. ഇപ്പോൾ ഒരു ഫോറിനർ നമ്മുടെ ഓഫീസിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റുകളോ കൈപ്പറ്റുന്ന അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ പോലും അവർ പ്രസിഡൻറ്റിൻ്റെ കൺസേൺറ്റ് വാങ്ങാതെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് വേറെയും കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതേപോലെ ഇതിലൊരു എക്സെപ്ഷൻ വരുന്നത് 1996 ഓക്കെ 1996 സുപ്രീം കോർട്ടിൽ ഒരു കേസ് നടന്നു. അപ്പോൾ സുപ്രീം കോർട്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ തന്നു. ഭാരത് രത്ന, പത്മവിഭൂഷൺ, പത്മഭൂഷൺ ആൻഡ് പത്മശ്രീ എന്ന് പറയുന്നതൊക്കെ നോട്ട് എമൗണ്ടഡ് ആസ് ടൈറ്റിൽസ്, അങ്ങനെ പറയുന്ന അവാർഡുകളെല്ലാം ടൈറ്റിൽസുകൾ അല്ല എന്നുള്ള രീതിക്കൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. കുറേ ഒക്കെ ഞാൻ വിട്ടു പോകുന്നുണ്ട് തോന്നുന്നു. എന്നിരുന്നാലും നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ ഇനിയൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത പബ്ലിക് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ആർട്ടിക്കിൾ 16 പറഞ്ഞിട്ടുള്ളതിലും അവിടെ ഒരു ബി പി മണ്ഡാൽ എന്ന് ഒരു കമ്മീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയായിരുന്നു നമ്മുടെ ആക്ച്വലി ഒരു പബ്ലിക് ഓപ്പർച്യൂണിറ്റീസിൽ ഇപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്നതിൽ 27% ഫോർ OBC, അങ്ങനെയുള്ള ഓരോരുത്തർക്കും ഇത്ര പെർസെൻറ്റേജ് സംവരണം ഏർപ്പെടുത്തണം എന്നുള്ളൊരു കാര്യത്തിലൊരു കമ്മീഷൻ എല്ലാം കൊണ്ടുവരും. അങ്ങനെയുള്ള രീതിക്കുള്ള പെർസെൻറ്റേജുകൾ കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രസൻറ്റ് നൗ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്തിലാണെങ്കിലും ശരി, ഇപ്പോൾ ഉള്ള കണ്ടീഷനല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കിൽ ഇത്രയും പറഞ്ഞിട്ടുണ്ട്. അതിന് ഗവൺമെൻറ് എന്തെങ്കിലും അതിന് ശേഷം എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ മാറ്റി വായിക്കേണ്ടതാണ്. ഓക്കെ. പിന്നെ ഇപ്പോൾ നമുക്ക് എക്കണോമിക്കൽ വീക്കർ സെഷൻസിന് പെർസെൻറ്റേജ് ഓഫ് റിലാക്സേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അന്നത്തെ ഇതിൽ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ കറണ്ട് അഫെയർസ് അല്ല പഠിക്കുന്നത്, നമ്മൾ ആ ഒരു റൂളാണ് പഠിക്കുന്നത്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്കൊരു റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റിൽ തന്നെ നമ്മൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒന്നോട്ട് നോക്കാം. ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ, ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, പിന്നെ ഓപ്പർച്യൂണിറ്റീസിൻ്റെ, അൺടച്ചബിലിറ്റീൻ്റെ, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എക്സെപ്റ്റ് മിലിറ്ററി അക്കാഡമിക്സ്. ഓക്കെ. ഇപ്പോൾ നമുക്ക് ഇനി അടുത്തതും കൂടെ നോക്കാം. റൈറ്റ് ടു ഫ്രീഡം. ഓക്കെ. റൈറ്റ് ടു ഫ്രീഡം എന്താണെന്നും കൂടെ നമുക്ക് ഇപ്പോൾ നോക്കാം. അപ്പോൾ റൈറ്റ് ടു ഫ്രീഡത്തിൽ ഇപ്പോൾ നമുക്കിവിടെ കാണുന്നുണ്ട്, കുറേ സ്ലൈഡുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്നത് ആദ്യത്തെ എന്ന് പറയുന്നത്, അപ്പോൾ ഈ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നതിൻ്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 to ആർട്ടിക്കിൾ 22 ആണ്. ഓക്കെ. ആർട്ടിക്കിൾ 19 to ആർട്ടിക്കിൾ 22 ആണ് നമുക്ക് ഇതിലുള്ളത്. അപ്പോൾ ഇതിലും നമുക്ക് ABCDE വരെ ആണ് നമ്മൾക്കുള്ളത്. ഓക്കെ. ആദ്യം ABCDE. അതിൽ കുറച്ചും കൂടി ഞാനിവിടെ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ A എന്നാണ് വിചാരിച്ചോളൂ, A. അപ്പോൾ ഇതിൽ A എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് 6 റൈറ്റ്സ് റിഗാർഡിങ് ദി ഫ്രീഡം. ഓക്കെ. അതാണ് ആദ്യത്തെ ഫസ്റ്റ് വൺ, ആർട്ടിക്കിൾ 19 A. ഓക്കെ. ആർട്ടിക്കിൾ 19. ഓക്കെ. ആർട്ടിക്കിൾ 19. ഇപ്പോൾ ഈ ആർട്ടിക്കിൾ 19 അതാണ് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് 6 റൈറ്റ്സ് റിഗാർഡിങ് ഫ്രീഡം. ആദ്യത്തെ 19 എന്നുള്ള ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ റിഗാർഡിങ് ഓഫ് ഫ്രീഡം ആണ്. അപ്പോൾ ഈ ഫ്രീഡത്തിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ 19A തന്നെയാണ് നമുക്ക് ഫ്രീഡം ആൻഡ് എക്സ്പ്രഷൻ, അസംബ്ലി, അസോസിയേഷൻ, മൂവ്മെൻറ്റ്, റെസിഡൻസ് ആൻഡ് പ്രൊവിഷൻ. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം വരുന്നത് അറ്റ് ദി ആർട്ടിക്കിൾ 19 ആണ്. ആർട്ടിക്കിൾ 19 താഴെയാണ് ഇത്രയും കാര്യങ്ങളും വരുന്നത്. അപ്പം ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അസംബ്ലി, അസോസിയേഷൻ, മൂവ്മെൻറ്റ്, റെസിഡൻറ്റ് ആൻഡ് പ്രൊഫഷൻ. അപ്പോൾ ഇത്രയും കാര്യത്തിന് നമുക്ക് റൈറ്റ്സ് തരുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. സോ എന്തൊക്കെയാണ് അതിൻ്റെ റൈറ്റ്സ്
എന്നുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഇപ്പോൾ നോക്കാം. ഏതൊക്കെയാണ് എന്നുള്ളൊരു കാര്യം ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, അതായത് റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് വൺസ് വ്യൂസ് ആസ് വെൽ ആസ് ദ വ്യൂസ് ഓഫ് അതേഴ്സ്. നമുക്ക് ഒരാളുടെ വ്യൂസോ അല്ലെങ്കിൽ വേറൊരാളുടെ വ്യൂസോ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ ഫ്രീഡം ഫോർ ദി പ്രസ്, പിന്നെ ഫ്രീഡം ഓഫ് കമേഴ്ഷ്യൽ അഡ്വർടൈസ്മെൻറ്റ്, റൈറ്റ് അഗെയിൻസ്റ്റ് ടാപ്പിംഗ് ഓഫ് ടെലിഫോണിക് കോൺവെർസേഷൻ, റൈറ്റ് ടു ടെലികാസ്റ്റ്, that is government has no monopoly in electronic media, a right against Bandh called political party or organization, right to know about government activities, freedom of silence, right against imposition of pre-censorship on newspaper, a right to demonstration or picket but not right to strike. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഉള്ളത്. ഒരാളുടെ വ്യൂസ് പറയാനോ അങ്ങനെയുള്ള കാര്യത്തിനെ നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫ്രീഡം ഓഫ് പ്രസ്, കമേഴ്ഷ്യൽ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, നമ്മുടെ ഫോൺസിനെ ടാപ്പ് ചെയ്യാൻ പാടില്ല. റൈറ്റ് ടു ടെലികാസ്റ്റ്, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യാം. അതിലും കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നമുക്ക് എക്സെപ്ഷൻസ് ഉണ്ട്, എന്നാലും പൊതുവേ പറയുന്ന കാര്യങ്ങളാണ്. റൈറ്റ് അഗെയിൻസ്റ്റ് ബന്ധുകളുണ്ടെങ്കിൽ അതിന് അഗെയിൻസ്റ്റായിട്ട് നമുക്ക് ചെയ്യാം. എഗെയിൻസ്റ്റായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെറുതെ ബന്ധം നടത്തുന്നതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്നുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യാം. റൈറ്റ് ടു നോ അബൌട്ട് ഗവൺമെൻറ് ആക്ടിവിറ്റീസിനെ മനസ്സിലാക്കാൻ വേണമെങ്കിൽ ചെയ്യാം. ഫ്രീഡം ഓഫ് സൈലൻസ് അതറിയാം. റൈറ്റ് അഗെയിൻസ്റ്റ് ഇമ്പോസിഷൻ ഓഫ് പ്രീ സെൻസർഷിപ്പ് ഓൺ ന്യൂസ്പേപ്പറിൽ എന്ത് പ്രിൻ്റ് ചെയ്യണം എന്നുള്ളതിന് പ്രീ സെൻസർഷിപ്പ് ഇമ്പോസ് ചെയ്യാൻ പാടില്ല. റൈറ്റ് ടു ഡെമോൺസ്ട്രേഷൻ ഓർ പിക്കറ്റിംഗ് ബട്ട് നോട്ട് സ്ട്രൈക്ക്, പിക്കറ്റിംഗ് ചെയ്യാനോ ഡെമോൺസ്ട്രേഷൻ ചെയ്യാനോ ഉള്ള കാര്യങ്ങൾ, പക്ഷേ സ്ട്രൈക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ഇതെല്ലാം പറയുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഏറ്റവും അവസാനം നമ്മൾക്കൊരു വാക്കുകളുണ്ട്. സ്റ്റേറ്റ് ക്യാൻ ഇമ്പോസ് റെസ്പോൺസിബിൾ റെസ്ട്രിക്ഷൻ ഓൺ ദി എക്സസൈസ് ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഓൺ ദി ഗ്രൗണ്ട് ഓഫ് സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ സോവറിനിറ്റിയെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻസും കൊണ്ടുവരാം എന്നുള്ള രീതിക്കും അതിൽ പറയുന്നുണ്ട്. പിന്നെ അതിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഓഫ് സെക്യൂരിറ്റി ഓഫ് സ്റ്റേറ്റ്, ഫ്രണ്ട് റിലേഷൻഷിപ്പ് വിത്ത് ഫോറിൻ കൺട്രീസ്, പബ്ലിക് ഓർഡർ, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, ഡിഫാമിനേഷൻ ഓർ ഇൻഡിസിമെൻ്റ് ഓഫ് എ പബ്ലിക് ഒഫൻസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയും അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും റൈറ്റ്സുകളുണ്ട്, അതിൽ നമുക്ക് ഇത്രയും എക്സെപ്ഷൻസ് ഉണ്ട്, അതിൽ ഇത്രയും റെസ്ട്രിക്ഷൻസും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഇതിൽ അടുത്തത് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത് 19th ആർട്ടിക്കിളിലാണ്. നമുക്കൊരു വിശദമായിട്ടുള്ള അനാലിസിസാണ് ഇപ്പോൾ നമ്മൾ നടത്തിയത്. അടുത്തതാണ് നമുക്ക് ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസ്. ഓക്കെ, അതാണ് പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസ്. അപ്പോൾ ഇതിലെന്തായിരിക്കും എന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇതെന്താണെന്നുള്ളൊരു കാര്യം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളേത് ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഓർമ്മ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറയാം. അപ്പോൾ ഇതിൽ പറയുന്നത് the Article 20 grants protection against arbitrary and excessive punishment of an accused person. അതായത് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ദ ആർബിട്രറി ആൻഡ് എക്സസീവ് പണിഷ്മെൻറ്റ് ഓഫ് എ അക്യൂസ്ഡ് പേഴ്സൺ. അപ്പോൾ ഇതിൽ നമ്മൾക്ക് വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്നുള്ളൊരു കാര്യം കൂടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് ഓക്കെ, അപ്പോൾ ഇതിലെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്നും കൂടെ നോക്കാം. നോ എക്സ്പോസ്റ്റ് ഫാക്ടോ, ആദ്യത്തെ പറയുന്നത് നോ എക്സ് പോസ്റ്റ് ഫാക്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ, അതായത് ദി
convicted of any offence except for the violation of the law in the force at the time of the commission of act. നമ്മൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഒഫൻസ് ചെയ്യുകയാണെങ്കിൽ ആ ഒഫൻസിനെ ബന്ധപ്പെട്ട് അപ്പോൾ ഏതൊക്കെ നിയമങ്ങൾ വാലിഡിറ്റി ഉണ്ടോ ആ ഒരു നിയമങ്ങളിൽ മാത്രമേ അവരെ ചാർജ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രീതിക്കാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത് സബ്ജക്റ്റ് ടു പെനാൽറ്റീസ് ഗ്രേറ്റർ ദാൻ subject to be to a penalty greater than that prescribed by the law at the force of time of the commission of that grade. അതാ പിന്നെ ഇപ്പോൾ ഒരു കാര്യത്തിന് എന്തോ ഒരു കാര്യത്തിന് 500 രൂപയാണ് ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യത്തിന് 500 രൂപ ഫൈൻ എന്ന് നിലനിൽക്കുമ്പോൾ നമ്മൾ അതേ കാര്യത്തിന് പോയിട്ട് 1000 രൂപ നമ്മൾ ഫൈന് ഈടാക്കാൻ പാടില്ല. ഓക്കെ, പല എക്സെപ്ഷൻസ് ഇതിലുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ഐഡിയ പറയുന്നത് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ആ കാര്യം ചെയ്യുന്നതിന് അന്ന് 500 രൂപ ഫൈനാണെങ്കിൽ 500 രൂപ അതിൽ ചെയ്യാം എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ. രണ്ടാമത് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 500 രൂപ നിലവിലിരിക്കുന്ന സമയത്ത് 500 രൂപയല്ലാതെ 1000 രൂപ ചെയ്യാൻ പാടില്ല എന്നാണ് അതിൽ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നതാണ് നോ ഡബിൾ ജിയോപാട്രി. ഞാനിവിടെ എഴുതാം, നോ ഡബിൾ ജിയോപാട്രി. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ പേഴ്സൺ ഷാൾ ബി പ്രോസിക്യൂട്ടഡ് ആൻഡ് പണിഷ്ഡ് ഫോർ ദി സെയിം ഒഫൻസ് മോർ ദാൻ വൺസ്. ഒരേ കാര്യത്തിന് ഒരാളെ ഒന്നിൽ കൂടുതൽ തടവ ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. പിന്നെ നോ സെൽഫ് ഇൻക്രിമിനേഷൻ. നോ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് എനി ഒഫൻസ് ഷാൾ ബി കമ്പൽഡ് ടു ബി എ വിറ്റ്നസ് എഗെയിൻസ്റ്റ് ഹിംസെൽഫ്. അതാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് നമ്മുടെ നോ സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിലൊരുപാട് ഇത് വരുന്നുണ്ട്, ഒരുപാട് അതിൻ്റെ സബ് ഡിവിഷൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ദ പ്രൊട്ടക്ഷൻ എഗൻസ്റ്റ് ഡബിൾ ജിയോപാട്രി ഈസ് അവൈലബിൾ ഓൺലി ഇൻ ദി പ്രൊസീഡിംഗ് ബിഫോർ ദി കോർട്ട് ഓഫ് ലോ ഓർ എ ജുഡീഷ്യബിൾ ട്രിബ്യൂണൽ. അവിടെയാണ് ആക്ച്വലി ഈ ഒരു ജിയോ പാട്രൈൻ്റെ കാര്യം വരുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യത്തിന് ഇപ്പോൾ കോർട്ട് ഓഫ് ലോ അല്ലെങ്കിൽ ട്രിബ്യൂണലിൻ്റെ ഉമ്മർത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും അതേ രീതിക്ക് പാടില്ല എന്നാണ്. അതല്ല, ഇപ്പോൾ അവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിൻ്റെ ഉമ്മർത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ നിയമം ബാധകമല്ല എന്നുള്ള രീതിയിലൊക്കെ കുറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 20ലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലും പഠിക്കാനുണ്ട്. നമുക്കിപ്പോൾ ഒരു ഔട്ട്ലൈനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഉള്ളത്. ഇനി അടുത്തതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ദി ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്ന ആർട്ടിക്കിൾ 21. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയതിന് ശേഷം ഇതിൽ നമുക്ക് 2 കേസുണ്ട്, അതായത് മേനക കേസും അതേപോലെ ഗോപാലൻ കേസും. സോ നമ്മളത് ഇപ്പം നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉള്ളത് എന്നുള്ള കാര്യം മാത്രം നോക്കാം. അപ്പോൾ ഇവിടെ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് റൈറ്റ് ടു ലീവ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റിയോട് റൈറ്റ് ടു ലീവ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ റൈറ്റ് ടു ഡീസൻറ്റ് എൻവിറോൺമെൻറ്റ് ഇൻക്ലൂഡിങ് പൊല്യൂഷൻ ഫ്രീ എയർ, വാട്ടർ ആൻഡ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഹസാർഡസ് ഇൻഡസ്ട്രീസ്. നല്ല വായു, നല്ല കാറ്റ്, പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഹസാർഡസ് ഇൻഡസ്ട്രീസ്, അവിടെ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടാൻ. ലൈവ്ഹുഡ്, റൈറ്റ് ടു പ്രൈവസി, റൈറ്റ് ടു ഷെൽട്ടർ, റൈറ്റ് ടു ഹെൽത്ത്. അതേപോലെ നമ്മൾക്കൊരു 34 ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ അപ് ടു 4 years of age, റൈറ്റ് ടു ഫ്രീ ലീഗൽ എയ്ഡ്, റൈറ്റ് ടു സ്പീഡി ട്രയൽ, റൈറ്റ് അഗെയിൻസ്റ്റ് ഹാൻഡ് കഫിംഗ്, റൈറ്റ് അഗെയിൻസ്റ്റ് ഇൻഹ്യൂമൻ ട്രീറ്റ്മെൻറ്റ്, ഡിലേഡ് എക്സിക്യൂഷൻ, ട്രാവൽ എബ്രോഡ്, ബോണ്ടഡ് ലേബർ, കസ്റ്റോഡിയൽ ഹസാർട്ട്മെൻറ്റ്, medical emergency medical aid, not to drive out of the state, fair trial, prisoners to have necessity of life, the woman to be treated with decency and dignity, right against public hanging, hearing, information, reputation,
appropriate life insurance policy, right to sleep, freedom from the noise pollution, a right to electricity, right to social and economical justice and empowerment. പിന്നെ ലാസ്റ്റാണ് റൈറ്റ് ടു സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദി ഫാമിലി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ 21 കിടക്കുന്നത്. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫും പേഴ്സണൽ ലിബർട്ടിയിലും. അതിനുശേഷം ഏറ്റവും അടുത്ത ഒരു ഒരെണ്ണമാണ് 21A. അപ്പോൾ ഈ 21A എന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. 21A എന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഒരു ആക്ട് എന്ന് പറയുന്നത് ഒരുപാട് മാറ്റി അതായത് കുറേ കാര്യങ്ങളെല്ലാം മാറി വന്നതിന് ശേഷം ഉണ്ടായ ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് എന്നുള്ള കാര്യം ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ കാര്യത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ആക്ച്വലി ഈ ഒരു ആക്ട് 21A എന്ന് പറയുന്നതിനും ഒരു ബഹുലമായൊരു കഥയുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 21A എന്ന് പറയുന്നത് ഡിക്ലെയർസ് ദാറ്റ് സ്റ്റേറ്റ് ഷാൾ provide free and compulsory education to all children from the age of 6 to 14. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതാണ്. ഓക്കെ, പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ഫ്രീയും കമ്പൽസറി എഡ്യൂക്കേഷനും കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ദിസ് പ്രൊവിഷൻ മേക്ക് ഓൺലി എലിമെൻ്ററി എഡ്യൂക്കേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ ആക്ച്വലി നമുക്കൊരു എലിമെൻ്ററി എഡ്യൂക്കേഷൻ മാത്രമായിരുന്നു ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നത്. അപ്പോൾ നമുക്ക് അതിന് ഹയറോ അതിൻ്റെ പ്രൊഫഷണൽ എഡ്യൂക്കേഷനോ വരുന്നില്ല. അതിനുശേഷം 86th അമെൻമെൻറ്റ് ഓഫ് 2002, 86ാമത്തെ അമെൻമെൻറ്റ് 2002 എഡ്യൂക്കേഷൻ ഫോർ ആൾ എന്നൊരു വിഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ ഫോർ ഓൾ. അപ്പോൾ ഇതിലാണ് ശരിക്കും ആക്ച്വലി ഇറ്റ് ഈസ് ദ സെക്കൻഡ് റെവല്യൂഷൻ ഇൻ ദി ഡോൺ ഓഫ് സിറ്റിസൺ റൈറ്റ്സ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിറ്റിസൺ റൈറ്റ്സിൽ ഒരു വലിയൊരു മാറ്റമായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ആക്ച്വലി 45ാമത്തെ ആർട്ടിക്കിളിൽ നേരത്തെ പറഞ്ഞിരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ സമയത്തൊന്നും ഇറ്റ് ഈസ് നോട്ട് ആൻ എൻഫോഴ്സിബിൾ ബൈ എ ഗവൺമെൻറ്. അന്നൊന്നും ഇത് ഒരു ഗവൺമെൻറ്റിനെ എൻഫോഴ്സിബിൾ ബൈ ദി കോർട്ട്, അതായത് കോർട്ടിന് ഇത് ചോദ്യം ചെയ്യാനോ അങ്ങനെയുള്ള രീതിക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതെന്തായി, അത് ചോദ്യം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു രീതിക്കുള്ള സെഷൻ്റെ അവിടെ അണ്ടറിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആർട്ടിക്കിൾ 45. അപ്പോൾ ഇതിൽ വേറൊരു കാര്യങ്ങൾ വരുന്നത് എന്താണെന്ന് ആർട്ടിക്കിൾ 51A, 51A, ആർട്ടിക്കിൾ 51A. അപ്പോൾ ഈ 51Aയിൽ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷാൾ ദി ഡ്യൂട്ടി ഓഫ് എവരി സിറ്റിസൺ, എല്ലാ സിറ്റിസൻ്റെയും ഒരു ഡ്യൂട്ടിയാണ് പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ടു ഹിസ് ചൈൽഡ് ഓർ വാർഡ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 to 14 years. അപ്പോൾ ഒരു കുട്ടിക്ക് എഡ്യൂക്കേഷൻ 6 മുതൽ 14 വരെ കിട്ടുക എന്നത് അയാളുടെ കാര്യവും, അതേപോലെ അവരുടെ പാരൻസിനോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്കോ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളൊരു നിയമം കൊണ്ടുവന്ന് 51A എന്നുള്ളൊരു ആർട്ടിക്കിളിൽ മോഡിഫൈ ചെയ്തിട്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ആണ് ടോട്ടലി നമുക്ക് 6 to 14 years ഓഫ് ഏജ് വരെ എല്ലാവർക്കും പഠനം കിട്ടണം എന്നുള്ളൊരു കാര്യത്തിൽ കൊണ്ടുവന്നത്. ഓക്കെ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 21A, ആർട്ടിക്കിൾ 45, ആർട്ടിക്കിൾ 51A. അപ്പോൾ ഇതിൽ പറഞ്ഞ് 21A എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ കിട്ടണം ഫ്രം ദി ഏജ് ഓഫ് 6 to 14. അതേപോലെ 51A എന്ന് പറയുന്നത് അവർക്ക് എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് എല്ലാ സിറ്റിസൺ ഓഫ് ഇന്ത്യയുടെ കടമയായിട്ടാണ് വരണം എന്നുള്ള രീതിക്ക്. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ 5, പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റക്ഷൻ ഇൻ ദി സർട്ടൈൻ കേസസ്.
നമ്മൾ അനാവശ്യമായിട്ട് തടങ്കിൽ വെക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 22 പറയുന്നത്. അപ്പം ആർട്ടിക്കിൾ 22 തന്നെ നമുക്ക് 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ട് ഡീൽ വിത്ത് ഓർഡിനറി ലോ, സെക്കൻഡ് പാർട്ട് ഈസ് ഡീൽ വിത്ത് ദി പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോ. അപ്പോൾ 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ എന്നുള്ളൊരു കാര്യം കൊണ്ടുവന്നത്. അപ്പോൾ ആദ്യത്തെ ആർട്ടിക്കിൾ 22 എന്ന് പറയുന്നത് ഇതെല്ലാവരും കുറച്ചും കൂടെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അതിൽ 4 ഓർഡിനറി ലോയിൽ ടോട്ടലി നമുക്ക് 4 കാര്യങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ, റൈറ്റ് ടു ബി ഇൻഫോംഡ് ഓഫ് ദി ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ്. നമ്മൾ എന്ത് കാരണത്തിനാണ് നമ്മളെ അറസ്റ്റ് ചെയ്യണത് എന്നുള്ളൊരു കാര്യം നമ്മൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. ഒന്നാമത്, റൈറ്റ് ടു കൺസൾട്ട് ആൻഡ് ഡിഫെൻഡഡ് ബൈ എ ലീഗൽ പ്രാക്ടീഷണർ. ഒരു ലീഗൽ പ്രാക്ടീഷണറിനെ, അഡ്വക്കേറ്റിനെ കൺസൾട്ട് ചെയ്യാനോ അവർ പറഞ്ഞിട്ട് നമ്മൾ ലീഗലായിട്ട് ഡിഫെൻഡ് ചെയ്യാനോ നമ്മൾക്കുള്ള റൈറ്റ്സുകളുണ്ട്. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ, 24 മണിക്കൂറിനകം നമ്മളെ ഒരു മജിസ്ട്രേറ്റിന് മുന്നിൽ നമ്മളെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം, എക്സ്ക്ലൂഡിങ് ദി ജേണി ടൈം. ഓക്കെ, ജേണി ടൈം ഇൻക്ലൂഡ് ചെയ്യാതെ 24 മണിക്കൂറിനകം നമ്മൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കണം. 24 മണിക്കൂറിന് ശേഷം, നാലാമത്തേന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിന് ശേഷം മജിസ്ട്രേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ റിലീസ് ചെയ്യുകയും ചെയ്യണം. ഇതാണ് ഓർഡിനറി ലോയിൽ പറയുന്ന മേജറായിട്ടുള്ള 4 കാര്യങ്ങൾ. ഇതെല്ലാം ഞാൻ വായിച്ച ബുക്കിൽ നിന്ന് മനസ്സിലായതാണ്. വിത്തിൻ ദി ടൈം ബീയിങ് അതിൽ ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറും. നമ്മൾ പഠിക്കുന്ന കറണ്ട് അഫെയർസ് അല്ല, നമ്മളൊരു സബ്ജക്റ്റ് നോളജാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യം പ്രത്യേക ഓർമ്മ കാരണം. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമുക്കിവിടെ ആർട്ടിക്കിൾ 22 അടുത്ത പാർട്ട് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ പാർട്ട്. നമ്മൾ ആദ്യത്തെ പാർട്ട് ഓർഡിനറി ലോ ആണെന്ന് നോക്കി, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാർട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലെന്താണെന്നുള്ളൊരു കാര്യം നമ്മൾക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഒരാളെ ഡിറ്റൻഷൻ അല്ലെങ്കിൽ ഒരു കരുതലിന് വേണ്ടി നമ്മൾ അറസ്റ്റ് ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരെ 3 മാസം വരെയാണ് മാക്സിമം നമ്മൾക്ക് വയ്ക്കാൻ പറ്റുന്നത്, അതായത് 90 ഡേയ്സ്. അതിനുശേഷം ഒരു അഡ്വൈസറി കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്കത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്നത് ഹൈക്കോർട്ടുകളിലെ ജഡ്ജസ് ആയിരിക്കണം. പിന്നെ അതിനുശേഷം രണ്ടാമത് കാര്യം, ഒരാളെ അങ്ങനെ ഡിറ്റൻഷന് വെക്കുന്ന ആളിനെയാണ് ഡിറ്റന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ കരുതൽ തടങ്കിൽ വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയിക്കണം. പക്ഷേ അതിലെന്തെങ്കിലും പബ്ലിക് ഇൻട്രസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പറയണം എന്നില്ല. മൂന്നാമത്, ദ ഡിറ്റൻഡൻറ്റ് ഷുഡ് ബി അഫോർഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു മേക്ക് റെപ്രസെൻറ്റേഷൻ എഗെയിൻസ്റ്റ് ദ ഡിറ്റൻഷൻ ഓർഡർ. അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഡിറ്റൻഷൻ ഓർഡറിനെതിരെ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു നിയമം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തതെന്നുള്ളൊരു റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അയാൾക്കുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ 3 പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ആർട്ടിക്കിൾ 22 പാർലമെൻറ്റിന് കുറേ റൈറ്റ്സുകളുണ്ട്. ഓക്കെ, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർലമെൻറ്റിനുള്ള റൈറ്റ്സാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നതും എങ്ങനെയാണ് അവർക്കൊരു പ്രൊസീജിയേഴ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എൻക്വയറി പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള അധികാരം, പ്രൊസീജിയർ ടു ബി ഫോളോഡ് ബൈ ദ അഡ്വൈസറി ബോർഡ്സ് ഇൻ ആൻ പാർലമെൻറ്റ്, ഇൻ ആൻ എൻക്വയറി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്രൊസീജിയറുണ്ട്. പിന്നെ മാക്സിമം പീരീഡ് ഫോർ ദ വിച്ച് ദ പേഴ്സൺ ക്യാൻ ബി ഡിറ്റൈൻഡ് അറ്റ് എനി ക്ലാസ് ഓഫ് കോസ് അണ്ടർ പ്രിവെൻറ്റീവ് ഡിറ്റക്ഷൻ ആക്ട്. ഇപ്പോൾ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോ നിയമം പ്രകാരം മാക്സിമം പീരീഡ് എത്രയാണെന്നുള്ള കാര്യം പാർലമെൻറ്റിന് നിശ്ചയിക്കാം. അങ്ങനെ പിന്നെ ഇത് സർക്കംസ്റ്റൻസസ് ആൻഡ് ക്ലാസസ് ഓഫ് കേസ്, അതായത് സർക്കംസ്റ്റൻസും ഏത് തരത്തിലുള്ള കേസാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് 3 മാസത്തിൽ കൂടുതൽ ഒരു അഡ്വൈസറി ബോഡിയുടെ അഡ്വൈസറി ഇല്ലെങ്കിലും നമുക്ക് പാർലമെൻറ്റിൻ്റെ ഒരു അധികാരം വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും അവരെ ഡിറ്റൻഷൻ ചെയ്ത് വെക്കാം എന്നുള്ളൊരു കാര്യങ്ങളുണ്ട്.
അപ്പോൾ ഇതിൽ 44th അമെൻമെൻറ്റ് 1978 പ്രകാരം അതിനെ 3 മാസം എന്നുള്ളത് 2 മാസമാക്കി മാറ്റിയെങ്കിലും ഇപ്പോഴും മാറ്റാൻ വേണ്ടി ആലോചിച്ചെങ്കിലും അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടി നിന്നെങ്കിലും എന്നാലും ഇപ്പോഴും 3 months തന്നെയാണ് ആ ഡിറ്റൻഷൻ എന്നുള്ളൊരു പീരീഡ് ഉള്ളത്. പിന്നെ ഈ ഒരു പവർ ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഡിറ്റൻഷൻ ഇത് പാർലമെൻറ്റിലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും ഉണ്ട്. അപ്പോൾ ഇതിൽ പാർലമെൻറ്റ് ഹാസ് എക്സ്ക്ലൂസീവ് അതോറിറ്റി ടു മേക്ക് പ്രിവെൻറ്റീവ് ഡിറ്റക്ഷൻ ഫോർ ദി റീസൺ കണക്റ്റിംഗ് വിത്ത്, അതായത് പാർലമെൻറ്റിന് ലെജിസ്ലേഷനേക്കാൾ കൂടുതൽ അധികാരം തന്നിരിക്കുന്നത് ഏതൊക്കെ കേസിലാണെന്ന് പറഞ്ഞാൽ ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ് ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ 3 കാര്യങ്ങൾക്ക് ലെജിസ്ലേറ്ററിലുള്ള റൂൾസിനേക്കാൾ പവർ കൂടുതൽ എക്സ്ക്ലൂസീവ് അതോറിറ്റി ആർക്ക് കൊടുത്തിട്ടുണ്ട്, നമുക്ക് പാർലമെൻറ്റിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രകാരം നമ്മൾക്കിപ്പോൾ ഒരുപാട് ആക്റ്റുകളുണ്ട്. പ്രിവെൻഷൻ ഓഫ് ഡിറ്റൻഷൻ ആക്ട് 1950 അതിപ്പോൾ നിലവിലില്ല, 1969 അത് എക്സ്പയറി ആയി. പിന്നെ മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട്, പിന്നെ നാഷണൽ സെക്യൂരിറ്റി ആക്ട്, ടെററിസ്റ്റ് ആൻഡ് ഡിസ്ട്രപ്റ്റീവ് ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, പിന്നെ അതേപോലെ പോട്ട, അങ്ങനെയുള്ള തുടങ്ങിയ ഒരുപാട് നിയമങ്ങൾ ഇപ്പോഴും ഒരു ഇതിന് വേണ്ടിയുണ്ട്. ഞാൻ പറഞ്ഞത് 1-2 എക്സാമ്പിൾസുകൾ മാത്രമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ആക്ച്വലി അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത 2 കാര്യങ്ങൾ ഏതാണെന്ന് നോക്കാം. ഏതൊക്കെയായിരുന്നു? റൈറ്റ് ടു ഈക്വാലിറ്റി ആൻഡ് റൈറ്റ് ടു ഫ്രീഡം. ഈ 2 കാര്യങ്ങളാണ്, റൈറ്റ് ടു ഈക്വാലിറ്റി ആൻഡ് റൈറ്റ് ടു ഫ്രീഡം ആണ് ഉള്ളത്. ബാക്കി അടുത്ത കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ എന്തായാലും വീഡിയോസ് മുടങ്ങാതെ കാണാൻ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്തൊരു പാർട്ടിൻ്റെ ലാസ്റ്റായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക, അതൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ എടുത്തത് ഞാൻ വീണ്ടും പറയുന്നു, ഒരു ബുക്കിൻ്റെ ഡീറ്റെയിൽസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും പറയുന്നത്, ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മളൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യങ്ങളല്ല. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്സുകളെല്ലാം വരികയാണെന്നുണ്ടെങ്കിൽ തീർത്തും അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമായിട്ട് മിസ്റ്റേക്കൽ എറേഴ്സായിട്ട് കണക്കാക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു.